ഓ നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊന്ന് പോയിട്ട് ഞാൻ ഹാഫ് കുളിച്ചു. എനിക്ക് അതെന്ന് വെച്ചാൽ മഴയാണ്, അതുകൊണ്ട് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് തല കുളിക്കണം. അപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാം, നിങ്ങളും പോ. ചേരി തിന്നുന്ന നാട്ടിൽ ചെന്ന നടുമുറി നോക്കി എന്ത് ചെയ്യണം? തിന്നണം. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ചേരി തിന്നാൻ പോവല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും നല്ലത് എടുത്ത് നമ്മൾ ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നടുഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഭാഗമാണ്, അതാണ്. അല്ലാതെ ചേര തിന്നണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു എന്താ ശാസ്ത്രം അല്ലേ? ഇറങ്ങുന്ന സ്ഥലമാണ്. തല ഒന്ന് കുളിക്കണം കംപ്ലീറ്റ്. ഞാൻ കുളിച്ചു, നല്ല മഴ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ട് അവിടെ നിന്ന് കുളിച്ചിട്ടാ വരുന്നേ. ഇന്നിപ്പം മഴ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. വെള്ളം എങ്ങനെ ഉണ്ട്? മലവെള്ളം അല്ലേ, അത് കൂടുതലാണോ കുറവാണോ? മലയെന്ന് ഒഴുകണ വെള്ളം. ഇത് കംപ്ലീറ്റ് കണ്ട തോട്ടമാണ്. ഇവിടെ കംപ്ലീറ്റ് ആന കയറാണ്ടിരിക്കാനായിട്ട് എർത്ത് വെച്ചിട്ടുണ്ട്, സോളാറിൻ്റെ. ഇതെല്ലാം സോളാറിൻ്റെ എർത്താണ് ഈ കാണുന്നത്. Careful. ഇതാണ് നല്ല മല വെള്ളം ഒഴുകുന്ന തണ്ണി. ഇത് മല ഇതാണ് സ്പേസ്. അങ്ങനെയുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ നീരാടുവ നിലയിൽ നീരാടുവ. ഇവിടെയാണ് നീരാടണം. ആന വന്ന സ്ഥലമാണിത് കംപ്ലീറ്റ്. അവിടെ നിന്ന് ആന ഇങ്ങോട്ട് വരും. അമ്പ്രാട്ടി നീരാടാൻ പോകുകയാ. അമ്പ്രാട്ടിയേ ശാന്തി എടുക്കാൻ പോണേ. എല്ലാവർക്കും സാഹചര്യത്തിലും എന്ത് ചെയ്യും? ശാന്തി എടുക്കും, പൊരുത്തപ്പെട്ട് ജീവിക്കും. അപ്പം ഏത് സാഹചര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സാഹചര്യം മാത്രമേ ചെയ്യൂ, ഒരു സാഹചര്യത്തിൽ മാത്രമേ നിൽക്കൂ അന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കാൻ എന്ത് ചെയ്യണം? പഠിക്കണം. ഞാൻ ഡെയിലി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഞാൻ കുളിക്കുന്നതാണ്. ഇവിടെ വന്ന് കുളിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് മഴ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, മേല് കഴുകി. അപ്പം ഞാൻ നോക്കി സിറ്റുവേഷൻസ്. ഇവിടെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം നല്ലോണം കൂടും, എന്നുവെച്ചാൽ പെട്ടെന്ന് വെള്ളം വരും. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയതാണ്, മഴ കുറഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇപ്പം സാധാരണ പോലെ ഞാൻ ഇന്ന് രാവിലെ വരുന്ന പോലെ തന്നെയുള്ള വെള്ളമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, മേല് കഴുകിയതുകൊണ്ട് തല ഒന്ന് കുളിക്കണം. അപ്പം തല ഇവിടുന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യട്ടെ, ഞാൻ തല കുളിക്കട്ടെ. ചെരുപ്പ് നോക്ക്. ഇല്ലല്ലോ, ഫ്രഷ് വാട്ടർ. മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ്. സൂപ്പർ. ആ വഴി അവിടെ നിന്ന് ഇങ്ങനെ ആന രാത്രി വരും നടന്ന് കൂട്ടത്തോടെ. രാത്രി കാലങ്ങളിൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല തണുപ്പല്ലേ? തല തണുക്കുമ്പോൾ വെയിൻ വർക്കൗട്ടാകും. വെയിൻസ് വർക്കൗട്ടാകുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഓണാകും. മനസ്സിലായോ?
ഒരു കുളിക്ക് തുല്യമാണ് ഒരു ഊണിൻ്റെ ശക്തി എന്ന്. ഒരു ഊണ് കഴിക്കണേന് അമ്പരാട്ടി കുളിക്കുക. ഫ്രഷ് വാട്ടർ, തെളിഞ്ഞ വെള്ളമാണ് കണ്ട. ഈ നദി